ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഇന്ത്യ സഖ്യം മത്സരിക്കും. കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് എം പി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 17ാം ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയാണ് എൻഡിഎയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി സർക്കാർ പാർലമെന്ററി മര്യാദകൾ ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചരിത്രത്തിലാദ്യമായി സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ പാർട്ടി എംപിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ നോക്കാം. സിബി ജോസഫ്. അസിത, ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ സ്പീക്കർ പദവി ആർക്ക് അല്ലെങ്കിൽ അതിൽ ആര് എന്ന കാര്യത്തിലെല്ലാം നിലയിൽ വളരെ വലിയൊരു അനിശ്ചിതത്വം നീളുകയായിരുന്നു. എന്തായാലും പിന്നീട് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാനാവില്ലെന്ന നിലപാട് BJP എടുത്തതോടെ സ്പീക്കർ പദവിയിലേക്ക് മത്സരം വേണമെന്ന ഒരു ആവശ്യം മത്സരിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം തീരുമാനിക്കുകയായിരുന്നു. അത് പ്രകാരം കൊടിക്കുന്നിൽ സുരേഷ് MP സ്പീക്കർ പദവിയിലേക്ക് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഈ NDAയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭയിലെ സ്പീക്കറായ ഓം ബിർള തന്നെയാണ്. എന്തായാലും ഒരു മത്സരം ഈ സ്പീക്കർ പദവിയിലേക്ക് വന്നിരിക്കുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സ്പീക്കർ പദവിയിലേക്ക് വേണ്ടിയുള്ള ഒരു മത്സരം നടക്കുന്നത്. എന്തായാലും ഇവിടെ ജയമോ പരാജയമോ അല്ല, മറിച്ച് ഈ പാർലമെന്ററി മര്യാദ കാണിക്കാത്ത BJPക്കെതിരായ ഒരു പ്രതിഷേധമാണ് ഈ ഒരു വോട്ടെടുപ്പ് ഈ ഒരു മത്സരം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷത്തോട് വളരെ വലിയ അവഗണനയും ബഹുമാനമില്ലാത്ത രീതിയിലും നരേന്ദ്രമോദിയും ദേശീയ നേതൃത്വം BJP എല്ലാം തന്നെ പെരുമാറുന്നതായും രാഹുൽ ഗാന്ധി അടക്കം ആരോപിക്കുകയും ചെയ്യുന്നു. എന്തായാലും നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ ഈ ഓം ബിർളയുമാണ് ഈ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുക. ഇന്നിപ്പോൾ കോൺഗ്രസ് യോഗം ചേരുകയും എല്ലാ കോൺഗ്രസ് MPമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്യമായി നാളെ രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ എത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ന് അതോടൊപ്പം തന്നെ രാത്രിയിൽ ഇന്ത്യ സഖ്യം യോഗം ചേർന്നുകൊണ്ട് ഈ സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിൽ 234 അംഗങ്ങളാണുള്ളത്. എല്ലാ വോട്ടും രേഖപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. അതുകൂടാതെ NDAയുമായി അകന്നു നിൽക്കുന്ന കക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ ആരെങ്കിലും പിന്തുണ കിട്ടുമോ എന്നുള്ള നിലയും ഇത്തരത്തിൽ ഒരു നീക്കവും ഇന്ത്യ സഖ്യം നടത്തുന്നുണ്ട്. മറ്റ് NDA സഖ്യകക്ഷി എല്ലാം തന്നെയും കൃത്യമായി വോട്ട് ചെയ്യുകയും ഒരു വിള്ളൽ ഉണ്ടാകാതിരുന്നാൽ സ്വാഭാവികമായും NDAയുടെ സ്പീക്കർ സ്പീക്കർ സ്ഥാനാർത്ഥിയായ ഓം ബിർളയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ സ്പീക്കറാകാനുള്ള ഒരു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭൂരിപക്ഷം ലഭിക്കുക. എന്തായാലും നാളെ ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ ഇതിനെ ഒരു വാക്കോവറായി നൽകാതെ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ചോദിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയമായ പോരാട്ടം പാർലമെന്റ് അകത്തും പുറത്തും ഉണ്ടാകുമെന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ ഈ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. എന്തായാലും നാളെ രാവിലെ 11 മണിക്കാണ് സ്പീക്കർ വോട്ടെടുപ്പ്. നാളെ പ്രോട്ടോൺ സ്പീക്കർ ഇത്തരത്തിൽ ഈ ഒരു പ്രമേയം പോലെ ഇത്തരത്തിൽ ഈ ഇരുഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ പേര് പറയുകയും പിന്നീട് അംഗങ്ങൾ വോട്ട് ചെയ്യുകയുമായിരിക്കും. വോട്ട് ചെയ്ത് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കും. അതിനുശേഷം പ്രോട്ടോൺ സ്പീക്കർ പുതിയ സ്പീക്കർക്ക് പദവി കൈമാറുകയും അതോടുകൂടി പ്രോട്ടോൺ സ്പീക്കറുടെ നിയോഗം അവസാനിക്കുകയും ചെയ്യും. എന്തായാലും അതിനുശേഷമായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ എല്ലാം തന്നെയും തീരുമാനിക്കുകയും ചെയ്യാം. ഒരുപക്ഷേ നാളെയോ അല്ലെങ്കിൽ വേറെ ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി സാധാരണ പ്രതിപക്ഷത്തിന് നൽകാറുണ്ട്. കീഴ്വഴക്കം BJP ലംഘിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ സ്പീക്കർ പദവിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത്. എന്തായാലും നാളെ അതുകൊണ്ട് ഈ സ്പീക്കർ വോട്ടെടുപ്പ് ഏറെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമുണ്ട്. JDUവും TDP അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണ കൂടിയാണ് BJP ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മറിമായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കാലുവാരലോ ഉണ്ടാകുമോ എന്നെല്ലാം തന്നെയും ഉറ്റുനോക്കുന്നു. ഈ ഒരു ലോക്സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ കാലയളവിൽ ഉണ്ടാകുന്ന ആദ്യ വോട്ടെടുപ്പ് എന്ന നിലയിൽ ഇത് ഏറെ പ്രാധാന്യവും ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തവുമാണ് ഈ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അസിത.